പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും 10,000-ഓളം അനുയായികളും മക്കയുടെ വഴിയിലുള്ള ദുധ്വ താഴ്വരയിലെത്തി സൈനിക സജ്ജീകരണം നടത്തുകയാണ്. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗത്തെ മക്കയുടെ താഴ്ഭാഗത്തു കൂടി കഅബക്കരികിലേക്ക് പ്രവേശിക്കാൻ കൽപ്പിക്കുകയാണ്. ആ ഭാഗത്താണ് അസ്ലം, സുലൈം, ഗഫാർ, മുസൈന, ജുഹൈന തുടങ്ങിയ ഗോത്രങ്ങളെല്ലാം താമസിച്ചിരുന്നത്. വഴി തടയാൻ വരുന്നവരെ കൈകാര്യം ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോയി സഫാ മലയിൽ കണ്ടുമുട്ടാം എന്ന് പ്രവാചകൻ ഖാലിദ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്. മറ്റൊരു വിഭാഗത്തെ സുബൈർ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ ഒരു കൊടിയും കൊടുത്ത് മക്കയുടെ മുകൾ ഭാഗത്തു കൂടി കിദായിലൂടെ പ്രവേശിക്കാനും ഹജനിൽ കൊടി നാട്ടി പ്രവാചകൻ എത്തുന്നതുവരെ അവിടെ തന്നെ കാത്തിരിക്കാനും ഉത്തരവിട്ടു. മറ്റൊരു സംഘത്തെ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ, അവരിൽ പലരും നിരായുധരായിരുന്നു, പക്ഷേ സൈനിക ബലം കൂടുതലായിരുന്ന അവർ മക്കയുടെ മറ്റൊരു താഴ്വരയിലൂടെ കഅബയിലെത്താൻ കൽപ്പിച്ചു. ഇങ്ങനെ സൈനിക വിഭജനം നടത്തി വിവിധ സംഘങ്ങൾ മുന്നോട്ട് നീങ്ങുകയാണ്. പ്രവാചകൻ പറഞ്ഞ പോലെ തന്നെ ഖാലിദ് റളിയല്ലാഹു അൻഹുവിനെയും സംഘത്തെയും വഴിയിൽ തടയാൻ ചിലർ ശ്രമിച്ചു. അവരുമായി നല്ല പോരാട്ടം നടന്നു. ജാബിർ, ഹുനൈസ് തുടങ്ങിയ സ്വഹാബികൾ രക്തസാക്ഷികളായി. ഖുറൈശികളിൽ നിന്ന് 12ഓളം പേർ വധിക്കപ്പെട്ടു. ബാക്കിയുള്ള ഖുറൈശികൾ പിന്തിരിഞ്ഞോടി രക്ഷപ്പെട്ടു. ഖാലിദ് റളിയല്ലാഹു അൻഹു സഫയുടെ അരികിലെത്തി അവിടെ കാത്തു നിൽക്കുകയാണ്. പ്രവാചകൻ ഹുജൂനിൽ വഴി അവിടെ കാത്തു നിന്നവരോടൊപ്പം മസ്ജിദുൽ ഹറാമിൽ പ്രവേശിച്ചു. എല്ലാവരും കൂടി ഹറമിൻ്റെ ഉള്ളിൽ കഅബക്ക് ചുറ്റുമായി അണിനിരക്കുകയാണ്. പ്രവാചകൻ ഹജറുൽ അസ്വദ് സ്പർശിച്ച ശേഷം തവാഫ് ചെയ്തു തുടങ്ങി. തൻ്റെ കയ്യിലുള്ള വടി കൊണ്ട് അന്ന് കഅബക്കരികിൽ മക്ക മുശ്രിക്കുകൾ പ്രതിഷ്ഠിച്ചിട്ടുണ്ടായിരുന്ന 360ഓളം വിഗ്രഹങ്ങളെയും പ്രവാചകനും സംഘവും തച്ചുടച്ചു. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ജാഹൽ ഹഖു വസഹഖൽ ബാത്തിലു ഇന്നൽ ബാത്തില കാന സഹൂക. സത്യം വന്നിരിക്കുന്നു, അസത്യം മാഞ്ഞുപോയിരിക്കുന്നു, തീർച്ചയായും അസത്യം മാഞ്ഞു പോകുന്നത് തന്നെയാകുന്നു എന്ന് പ്രവാചകൻ പരിശുദ്ധ ഖുർആനിലെ 17-ാം അധ്യായത്തിലെ 81-ാം സൂക്തം ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണ്. അങ്ങനെ വിഗ്രഹങ്ങളെല്ലാം തച്ചുടക്കപ്പെട്ടു. അന്ന് പ്രവാചകൻ തവാഫ് ചെയ്തത് തൻ്റെ ഒട്ടകപ്പുറത്തായിരുന്നു. ഇഹ്റാമിലല്ലാത്തതിനാൽ തവാഫ് മാത്രമേ പ്രവാചകൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് ഉസ്മാൻ ബിൻ തൽഹ എന്ന കഅബയുടെ താക്കോൽ സൂക്ഷിപ്പുകാരനെ വിളിച്ച് അദ്ദേഹത്തിൽ നിന്ന് താക്കോൽ വാങ്ങി കഅബക്കുള്ളിൽ കടന്ന് അവിടെ ബഹുദൈവാരാധകർ പ്രതിഷ്ഠിച്ചിരുന്ന ചിത്രങ്ങളും ഈദാൻകാരുടെ പ്രാവിൻ്റെ രൂപവും തട്ടിയുടച്ചു. അവിടെ ചുമരിൽ വരച്ചിരുന്ന വരകളെല്ലാം മായ്ച്ചു കളഞ്ഞു. എന്നിട്ട് കഅബയുടെ ഉള്ളിൽ തക്ബീർ മുഴക്കി അള്ളാഹുവിൻ്റെ ഏകത്വം പ്രഖ്യാപിച്ച് 2 റക്അത്ത് നമസ്കരിച്ച് എന്നിട്ട് കഅബയുടെ വാതിലിൽ വന്ന് ഇരുപാർശ്വങ്ങളിലും പിടിച്ചുകൊണ്ട് ഇങ്ങനെ പ്രഖ്യാപിച്ചു, അള്ളാഹു അല്ലാതെ ഒരാരാധ്യനുമില്ല, അവൻ ഏകനാണ്, അവനൊരു പങ്കുകാരനുമില്ല. അവൻ വാഗ്ദാനം പാലിച്ചു, തൻ്റെ ദാസനെ സഹായിച്ചു, സഖ്യകക്ഷികളെ ഏകനായി പരാജയപ്പെടുത്തി. അറിയുക, എല്ലാ ഗോത്രമഹിമയും സാമ്പത്തിക മഹാത്മ്യവും രക്തപ്പകയും ഞാൻ എൻ്റെ ഇരുപാദങ്ങൾക്കും കീഴെ ചവിട്ടിത്താഴ്ത്തുന്നു. കഅബാലയത്തിൻ്റെ പരിപാലനവും തീർത്ഥാടകർക്ക് പാനജലം നൽകാനുള്ള അവകാശവും ഒഴികെ അബദ്ധത്തിൽ ആരെയെങ്കിലും വധിച്ചാൽ അവന് ബോധപൂർവം വധിച്ചതിനുള്ള പകുതി ശിക്ഷയുണ്ട്. അടിയും 100 ഒട്ടകവും അതിൽ 40 ഗർഭിണിയുമായിരിക്കണം. ഖുറൈശികളെ, അജ്ഞാനകാലത്തിൻ്റെ സർവ്വ ദുരഭിമാനവും പിതാക്കളുടെ പേരിലുള്ള അഹംഭാവവും അള്ളാഹു നിങ്ങളിൽ നിന്ന് എടുത്തു കളഞ്ഞിരിക്കുന്നു. മനുഷ്യരെല്ലാം ആദമിൽ നിന്നാണ്, ആദമാകട്ടെ മണ്ണിൽ നിന്നും എന്ന് പ്രവാചകൻ പ്രഖ്യാപിക്കുകയാണ്. എന്നിട്ട് പ്രവാചകൻ 49-ാം അധ്യായത്തിലെ 13-ാം സൂക്തം, യാ യുഹന്നാസു ഇന്നാ ഖലഖ്നാകും മിൻ ദക്കരിൻ വ ഉൻസ വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫു എന്ന് പറയുന്ന സൂക്തം അവരെ ഓതി കേൾപ്പിക്കുകയാണ്. മനുഷ്യരെ, തീർച്ചയായും നിങ്ങളെ നാം ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമായി സൃഷ്ടിച്ചിരിക്കുന്നു. നിങ്ങൾ അന്യോന്യം അറിയേണ്ടതിന് നിങ്ങളെ നാം വിവിധ സമൂഹങ്ങളും ഗോത്രങ്ങളും ആക്കുകയും ചെയ്തിരിക്കുന്നു. തീർച്ചയായും അള്ളാഹുവിൻ്റെ അടുത്ത് നിങ്ങളിൽ ഏറ്റവും ആദരണീയൻ നിങ്ങളിൽ ഏറ്റവും ധർമ്മനിഷ്ഠ പാലിക്കുന്നവനത്രേ. തീർച്ചയായും അള്ളാഹു സർവജ്ഞനും സൂക്ഷ്മജ്ഞാനിയുമാകുന്നു എന്ന് പറയുന്ന സൂക്തം അവിടെ പാരായണം ചെയ്യുകയാണ്. എന്നിട്ട് പ്രവാചകൻ ഖുറൈശികളോടായി ചോദിച്ചു, ഞാൻ നിങ്ങളെ എന്ത് ചെയ്യുമെന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? അവർ പറഞ്ഞു, നല്ലത് മാത്രം. നീ ഞങ്ങളുടെ മാന്യനായ സഹോദരനാണ്, മാന്യനായ സഹോദരപുത്രനാണ്.
അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറയുന്നത് യൂസുഫ് നബി തൻ്റെ സഹോദരങ്ങളോട് പറഞ്ഞ പോലെയാണ്. ഇന്ന് നിങ്ങളോടൊരാക്ഷേപവുമില്ല, നിങ്ങളെല്ലാം പിരിഞ്ഞു പോവുക, നിങ്ങൾ സ്വതന്ത്രരാണ്. എന്നിട്ട് പ്രവാചകൻ ചോദിച്ചു, ഉസ്മാൻ ബിൻ ത്വൽഹ എവിടെ? ആരാണ് ഉസ്മാൻ ബിൻ ത്വൽഹ? കാബയുടെ താക്കോലിൻ്റെ സൂക്ഷിപ്പുകാരനാണ്. പണ്ട് പ്രവാചകത്വം ലഭിച്ച ഉടനെ ഉസ്മാൻ ബിൻ ത്വൽഹയോട് ആ കാബയുടെ താക്കോലൊന്ന് പിടിച്ചു നോക്കട്ടെ, ഒന്ന് തൊട്ടു നോക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ ആട്ടിവിട്ട, പരിഹസിച്ച അതേ ഉസ്മാൻ ബിൻ ത്വൽഹയെ വിളിച്ചുകൊണ്ട് കാബയുടെ താക്കോൽ തിരികെ കൊടുക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഉസ്മാൻ, ഇതാ കാബയുടെ താക്കോൽ. ഇന്ന് പുണ്യത്തിൻ്റെയും വാഗ്ദത്ത പൂർത്തീകരണത്തിൻ്റെയും ദിനമാണ്. ഇത് താങ്കൾ കൈവശം വെക്കുക. അള്ളാഹു അവൻ്റെ വീടിൻ്റെ സംരക്ഷണം താങ്കളെ ഏൽപ്പിച്ചിരിക്കുന്നു. ഇങ്ങനെ പറഞ്ഞ് പ്രവാചകൻ താക്കോൽ ഏൽപ്പിച്ചപ്പോൾ നിറകണ്ണുകളോടെ, കുറ്റബോധത്തോടെ, പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഉസ്മാൻ ബിൻ ത്വൽഹ അത് ഏറ്റുവാങ്ങുകയാണ്. അങ്ങനെ നമസ്കാര സമയമായപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് കാബയുടെ മുകളിൽ കയറി ബാങ്ക് വിളിക്കാൻ പ്രവാചകൻ കൽപ്പിച്ചു. നമസ്കാരവും കഴിഞ്ഞ് പ്രവാചകൻ അബൂ ത്വാലിബിൻ്റെ പുത്രി ഉമ്മു ഹാനിയുടെ വീട്ടിൽ പ്രവേശിച്ച് അവിടെ വിശ്രമിക്കുകയാണ്.